ഇൻസ്റ്റാഗ്രാമിൻ്റെ പുതിയ ഇൻസ്റ്റൻറ്റ് ഫീച്ചർ അപ്ഡേറ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ലോഞ്ചിനെ കുറിച്ച് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും, പലരും യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു റാൻഡം ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. എനിക്ക് തോന്നുന്നില്ല ഇൻസ്റ്റാഗ്രാമിന് ജെൻസി അല്ലെങ്കിൽ ജെൻ ആൽഫ സ്നാപ്ചാറ്റിലോട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതിൽ കുറച്ചൊക്കെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവരെ കൂടുതൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിർത്താനുള്ള ഒരു ഇതുണ്ട് തോന്നുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഒരു ജെൻസി യൂസേഴ്സ് അല്ലെങ്കിൽ ജെൻ ആൽഫ യൂസേഴ്സ് ഇൻസ്റ്റാഗ്രാം ഫീൽഡിൽ ഒരു പെർഫെക്റ്റ് ഫോട്ടോസ് അല്ലെങ്കിൽ പെർഫെക്റ്റ് പോസ്റ്റുകളൊക്കെ അവർ അതിനേക്കാൾ പ്രിഫർ ചെയ്യുന്നത് പലപ്പോഴും പ്രൈവറ്റ് ഷെയറിങ്, ക്വിക്ക് സ്നാപ്സ്, ഇൻസ്റ്റന്റ് കോൺവെർസേഷൻസ് ഇതിലോട്ടൊക്കെയാണ് എല്ലാവരും നല്ല ടൈം പറയുന്നത്. പക്ഷേ ഒരു 70 to 80% അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണല്ലോ സ്നാപ്ചാറ്റിൻ്റെ ഇന്നും യങ് യൂസേഴ്സിനിടയിൽ സ്ട്രോങ് ആയിരിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഇത് കണ്ടിട്ടുണ്ടാവും, ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കുമല്ലോ ഈ ഒരു എക്സാക്ട്ലി ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അവർ ഇവിടുന്ന് അറ്റൻഷൻ അങ്ങോട്ട് പോകുന്നത് കൊണ്ടാണ് അത് ഇവിടെ അവർ ലോഞ്ച് ചെയ്തത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഓപ്പൺ ചെയ്യുക, ഒരു ക്വിക്ക് ഫോട്ടോ എടുക്കുക, ഇൻസ്റ്റന്റ്ലി ക്ലോസ് സർക്കിളിൽ ആളുകൾക്ക് അയച്ചു കൊടുക്കുക, അവരത് കാണും, പിന്നെ ഡിസപ്പിയർ ആയി പോകും. ഇത് തന്നെയല്ലേ ഏകദേശം സ്നാപ്ചാറ്റും. അപ്പോൾ പലർക്കും ചോദിക്കുന്നുണ്ടാവും ഇൻസ്റ്റാഗ്രാം എന്തിന് ഇത് ലോഞ്ച് ചെയ്തു എന്നുള്ളത്. സെയിം റീസൺ റീൽസ് ലോഞ്ച് ചെയ്ത പോലെ, ടിക്ടോക്കിനെ ജസ്റ്റ് ഒന്ന് തള്ളി വിട്ടതുപോലെ, അതുപോലെ തന്നെ അവിടെ നിന്നുള്ള സ്നാപ്ചാറ്റിൽ നിന്നുള്ള യൂസേഴ്സിനെ ഇങ്ങോട്ട് കൂടുതൽ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ടൈം കൂടെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്നാപ്ചാറ്റിൽ ജെൻസി കൂടുതൽ പ്രൈവറ്റ് മൂവ്മെന്റ്സ് അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാം എന്താ പറയുന്നത്, ആ ഒരു ടൈം കൂടെ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ആക്ച്വലി ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഒരു തോട്ട് കേട്ടോ. സോഷ്യൽ മീഡിയ കമ്പനീസ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന പലതും അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഫീച്ചർ വളരെ ഫാസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ റാൻഡം ആയിട്ടുള്ള എന്തെങ്കിലും ക്വിക്ക് ഷെയറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ പല ആക്സിഡന്റ് ആയിട്ടുള്ള സെൻഡിങ്ങും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു തോട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത് വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ബട്ടൺ ഡി എമ്മിൽ പോയിട്ട് ഒന്ന് സ്വൈപ്പ് ചെയ്ത് പിടിച്ചിട്ട് അത് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഓഫ് ആക്കിയിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോണ്ടന്റ് പ്രിഫറൻസ് പോയി കഴിഞ്ഞാലും അവിടെ നമുക്ക് ഇത് ഡിസബിൾ ചെയ്ത് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. 2 ഓപ്ഷൻസ് ഉണ്ട്. അത് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഗെയിം ഓവർ, അത്രേ ഉള്ളൂ പറയാനുള്ളത്. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. സ്ക്രീൻഷോട്ട്സ് ബ്ലോക്ക് ആണ്, അതുപോലെ തന്നെ പ്രൈവസി ഒക്കെ വളരെ ഓക്കെ ആണെന്നാണ് ഇൻസ്റ്റാഗ്രാം പറയുന്നത്. പക്ഷേ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രൈവസി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഇപ്പോഴും ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഡിസപ്പിയറിംഗ് കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ 100% പ്രൈവറ്റ് എന്ന് കരുതരുത്. ഫീച്ചർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് കെയർഫുൾ ആയിരിക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളെ സ്നാപ്ചാറ്റ് അഡിക്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ട്രൈ ചെയ്യാൻ പറയാം.